ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണ ചേരുന്നുണ്ട്. ജിഷ്ണു, ഇന്ന് എപ്പോഴാണ് നിർണായകമായ കൂടിക്കാഴ്ച നടന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? വിഷ്ണു, ഇന്ന് വൈകിട്ടാണ് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതി സെവൻലോ കല്യാൺ മാർഗിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും കൂടിക്കാഴ്ച നടത്തിയത്. ഇതിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായാണ് ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കാരണം രാജ്യ തലസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകുന്നതിനുള്ള നിർണായകമായ യോഗങ്ങൾ നടന്നിരുന്നു. അതേസമയം ജമ്മുകശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് ശ്രീനഗറിൽ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലും ഒപ്പം ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിലും തുടർച്ചയായിട്ടുള്ള യോഗങ്ങൾ ചേർന്നിരുന്നു. അതിനുശേഷമാണിപ്പോൾ ഒമർ അബ്ദുള്ള ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ജമ്മുകശ്മീരിലെ നിലവിലെ സാഹചര്യം, അതിർത്തി മേഖലകളിലും ഒപ്പം ശ്രീനഗർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും എടുത്തിട്ടുള്ള സുരക്ഷാ മുൻകരുതൽ നടപടികൾ, സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഒപ്പം പൊതുയിടങ്ങളിൽ ഇനി ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ പൊതുയിടങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്വീകരിച്ചിട്ടുള്ള പ്രതിരോധ നടപടികൾ സംബന്ധിച്ചും യോഗത്തിൽ വിശദമായ ചർച്ചയുണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടുപിറകെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ജമ്മു കാശ്മീരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അതിർത്തി പ്രദേശങ്ങൾക്ക് പുറമെ ജമ്മു ശ്രീനഗർ ദേശീയപാത, ലാൽ ചൗക്ക് തുടങ്ങി ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട പൊതുയിടങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇവിടങ്ങളിലെല്ലാം ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ളയും കൂടാതെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമാണ് നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഏതായാലും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായാണ് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ജമ്മുകശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒപ്പം സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ഭീകര വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവ സംബന്ധിച്ച് നിർണായകമായ ചർച്ചയുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.